നമസ്കാരം. ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഭീകരവാദത്തോടും വിഘടനവാദത്തോടും കോൺഗ്രസും UPA സർക്കാരും താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭീകരാക്രമണത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാന കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും കൃഷ്ണകുമാർ. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമുന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടും ഷൊർണൂരിലും പ്രതിഷേധ ധർണ. തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. നിലവിലുള്ള ചട്ടങ്ങൾ വച്ച് തെരുവുനായ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മന്ത്രി. വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് പരിഹാരമെന്നും സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നും മന്ത്രി MP രാജേഷ്. ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K. അനിമോൻ. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം. മഹാത്മാ അയ്യങ്കാളി തൊഴിലാളികൾക്ക് ഫസ്റ്റ് അലവൻസും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ആവശ്യം. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അൻകോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് മെയ് 11 കൂറ്റനാട്ട്. ക്യാമ്പിനെത്തുന്നത് 3000-ഓളം പേർ. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നതോടെ പൂര വിളംബരമായി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. ഭീകരവാദത്തെയും വിഘടനവാദത്തെയും കോൺഗ്രസ് UPA സർക്കാരുകൾ താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭീകരാക്രമണത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാന കേന്ദ്രമായി പാകിസ്ഥാൻ മാറിയെന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും C. കൃഷ്ണകുമാർ പറഞ്ഞു. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റി പാലക്കാട് കളക്ടറേറ്റ് മുന്നിൽ നടത്തിയ ധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കൃഷ്ണകുമാർ. സംസ്ഥാനത്തെ പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് BJP ഈസ്റ്റ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കളക്ടറേറ്റ് മുന്നിൽ ധർണ നടത്തിയത്. ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു C. കൃഷ്ണകുമാർ. UPA സർക്കാരിന്റെ കാലത്ത് 50-ലേറെ ഭീകരാക്രമണങ്ങളും 1500-ലേറെ മരണവും സംഭവിച്ചു. രാജ്യത്തെ ഭീകരാക്രമണം കുറഞ്ഞത് മോദി സർക്കാരിന്റെ കാലത്താണ്. ഭീകരവാദത്തെ ഉന്മൂലനം ചെയ്യാൻ കേന്ദ്ര സർക്കാർ കൃത്യമായി നടപടി സ്വീകരിക്കുമ്പോഴാണ് കോൺഗ്രസ് ഇടത് സർക്കാരുകൾ പിന്തുണ നൽകാതിരിക്കുന്നത്. പാകിസ്ഥാന് തിരിച്ചടി നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ കോൺഗ്രസ് ഇടത് പാർട്ടികളിൽ ആശയക്കുഴപ്പം തുടരുകയാണെന്നും കൃഷ്ണകുമാർ ആരോപിച്ചു. പ്രധാനമന്ത്രിമാരുടെ ചരിത്രമെടുത്തു നോക്കിയാൽ, അവർ ഭരിച്ച കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ കഴിയും, കോൺഗ്രസിന് ഒരു മൃദു സമീപനമാണ് പാകിസ്ഥാനോടും. അതുപോലെ തന്നെ ഈ പാകിസ്ഥാന്റെ പിന്തുണയോടുകൂടിയിട്ട് നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തി കടന്ന് ഇങ്ങോട്ട് വരുന്ന ഭീകരവാദികളോട് ഉള്ളത്. 2004 മുതൽ 2014 വരെ ഈ രാജ്യം കോൺഗ്രസ് ഭരിച്ച സമയത്ത്, ഇടതുപക്ഷത്തിന്റെ പിന്തുണയോടുകൂടിയിട്ട് ഈ രാജ്യം UPA സർക്കാർ ഭരിച്ച സമയത്ത് ഈ രാജ്യത്ത് നടന്ന ഭീകര ആക്രമണങ്ങളുടെ എണ്ണം 50-ലധികമാണ്. 1600-ലധികം ആളുകളാണ്, നിരപരാധികളായിട്ടുള്ള ആളുകളാണ് ബോംബ് സ്ഫോടനത്തിലും അതുപോലെ തന്നെ ഭീകര ആക്രമണങ്ങളിലും ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ടത്. BJP ഈസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് പ്രശാന്ത് ശിവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി AK ഓമനക്കുട്ടൻ, N. ഷൺമുഖൻ, നഗരസഭാ അംഗം ശശികുമാർ, സുമംഗല ടീച്ചർ, ബിന്ദു, ബാബു വെണ്ണക്കര, പ്രഭാകരൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അനധികൃതമായി കേരളത്തിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരെ കണ്ടെത്തി പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷൊർണൂരിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. BJP മുൻ ജില്ലാ പ്രസിഡന്റ് KM ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. പക്ഷേ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളോട് അവിടെ താമസിക്കുന്ന, അനധികൃതമായിട്ടും അധികൃതമായിട്ടും താമസിക്കുന്ന മുഴുവൻ പാകിസ്ഥാൻ പൗരന്മാരോടും ഈ രാജ്യം വിട്ടു പോകണം, 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകണമെന്ന് പറയുകയുണ്ടായി. പക്ഷേ കേരളത്തിൽ ഔദ്യോഗികമായി താമസിക്കുന്ന ഏതാണ്ട് 106 പേർ, അവരെ ഇവിടെ നിന്ന് നാടുകടത്താൻ, അവരെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഇവിടുത്തെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ, ഇവിടുത്തെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്നവർ ഉൾപ്പെടെ, പ്രതിപക്ഷം ഉൾപ്പെടെയുള്ളവർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P. വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. വെസ്റ്റ് ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സിനി മനോജ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് EP നന്ദകുമാർ,
ജില്ലാ സെക്രട്ടറി എൻ മണികണ്ഠൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് PB മുരളീധരൻ, മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, K പ്രസാദ് എന്നിവർ സംസാരിച്ചു. BJP പാലക്കാട് ജില്ലാ സെൽ കോർഡിനേറ്റർ MP സതീഷ് കുമാർ, വെസ്റ്റ് ജില്ലാ സെക്രട്ടറി K പ്രസാദ്, സുമേഷ് ചീരതൊടി, സ്വരൂപ്, ജയരാജ്, മനോജ് ആറാണി, KT രവിദാസ്, സന്തോഷ് പട്ടാമ്പി, അനിൽ പട്ടാമ്പി എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തെരുവുനായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. നിലവിലുള്ള ചട്ടങ്ങൾ വെച്ച് തെരുവുനായ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും മന്ത്രി പറഞ്ഞു. വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് പരിഹാരമെന്നും സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നും MP രാജേഷ് പാലക്കാട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. നിലവിലുള്ള കേന്ദ്ര സർക്കാരിൻ്റെ ABC ചട്ടങ്ങൾ പ്രകാരം ആകെ നമുക്ക് ചെയ്യാവുന്ന കാര്യം തെരുവുനായ്ക്കളെ മുഴുവൻ പിടിച്ചുകൊണ്ടുപോയി വന്ധ്യംകരിച്ച് ശുശ്രൂഷിച്ച് അവരുടെ പരിക്ക് ഭേദമാണെന്ന് ഉറപ്പാക്കി തിരിച്ചുവിടുക എന്നുള്ളതാണ്. ഞാൻ പറയുന്നത് ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ABC ചട്ടങ്ങളിൽ എഴുതി വെച്ച കാര്യമാണ്. എവിടെ നിന്നാണോ ഒരു തെരുവുനായയെ പിടിക്കുന്നത് അതിനെ കൊണ്ടുപോയി എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററിനുള്ളിൽ വെച്ച് സർജറി നടത്തി വന്ധ്യംകരിച്ച് ഒരാഴ്ച പരിചരിച്ച് മുറിവുണങ്ങി എന്ന് ഉറപ്പാക്കിയ ശേഷം വാഹനത്തിൽ പിടിച്ച് അതേ സ്ഥലത്ത് കൊണ്ടുവിടണമെന്നാണ്. അല്ലെങ്കിൽ ഈ പിടിച്ചവർക്കെതിരായിട്ട് അധികാരികൾക്കെതിരായിട്ട് നടപടി വരും, നിയമ നടപടി വരും. ഈ ചട്ടം നിലനിൽക്കുമ്പോൾ അതിൻ്റെ വേഗത്തിലേ നമുക്ക് ചെയ്യാനാവും. ഒന്ന്. രണ്ടാമത്തെ പ്രശ്നം, ഇപ്പോൾ നേരത്തെ കേരളത്തിൽ 900ഓളം ABC കേന്ദ്രങ്ങൾ കുടുംബശ്രീയുടെ ഉണ്ടായിരുന്നു. ഒറ്റയടിക്ക് അടച്ചുപൂട്ടിച്ചതാണ്. കാരണം എയർ കണ്ടീഷൻ ചെയ്ത ഓപ്പറേഷൻ തിയേറ്ററുകളും അതുപോലുള്ള സൗകര്യങ്ങളും ഇല്ല എന്ന് പറഞ്ഞു. അതുമാത്രം പോരാ, 7 വർഷത്തെ അനുഭവമുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡോക്ടർക്ക് മാത്രമേ ഈ സർജറി ചെയ്യാവൂ എന്ന വ്യവസ്ഥയും ഉള്ളതാണ്. ഞാനിത് നേരത്തെ തന്നെ പറഞ്ഞതാണ്. ഇതിനെക്കുറിച്ച് കേരളത്തിലൊരു ചർച്ച ഉയർന്നു വരണം. ഇതിൽ ഭേദഗതി വരുത്തണം. നമ്മൾ ആവശ്യപ്പെട്ടതാണ്. ഈ ചട്ടങ്ങൾ അപ്രായോഗികമാണ്, അതിൽ ഭേദഗതി വരുത്തണം എന്നത്. അതിനിതുവരെ തയ്യാറായിട്ടില്ലെന്ന് മാത്രമല്ല, കൂടുതൽ കർക്കശമാക്കുകയാണ് ചെയ്തത്. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ചുകൊണ്ട് തൃശൂർ പൂരത്തിന്റെ വിളംബരം നടന്നു. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേനട തുറന്നതോടെയാണ് പൂരവിളംബരം നടന്നത്. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ചൊവ്വാഴ്ച. രാവിലെ പെയ്ത മഴയ്ക്കും ശേഷം വന്ന വെയിലിനെയും വകവയ്ക്കാതെ ആയിരങ്ങളാണ് മണിക്കൂറുകളോളം തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ പൂരവിളംബര ചടങ്ങ് കാണാൻ കാത്തുനിന്നത്. ഒടുവിൽ പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് ആ നിമിഷം എത്തി. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ വടക്കുംനാഥന്റെ തെക്കേ ഗോപുരവാതിൽ തുറന്ന് പുറത്തേക്ക്. നട തുറന്ന് പുറത്തു കടന്ന കൊമ്പൻ 3 വട്ടം തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം നൽകിയതോടെ മുഴങ്ങിക്കെട്ടത് ജനക്കൂട്ടത്തിന്റെ ആർപ്പുവിളികളായിരുന്നു. നേരത്തെ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനായിരുന്നു നെയ്തലക്കാവിലമ്മയുടെ തിടമ്പ് ശിരസിലേറ്റി പൂരവിളംബരം നടത്തിയിരുന്നത്. ഇത് 4ാം തവണയാണ് ശിവകുമാർ പൂരവിളംബര ദൗത്യം നിർവഹിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാവിലെ മുതൽ ആരംഭിച്ച ഇരുവിഭാഗങ്ങളുടെയും ചമയ പ്രദർശനങ്ങൾ കാണാനും വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരുവമ്പാടിയുടെ ചമയ പ്രദർശനം കൗസ്തുഭം ഓഡിറ്റോറിയത്തിലും പാറമേക്കാവിൻ്റേത് അഗ്രശാലയിലുമാണ് പുരോഗമിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് പൂരങ്ങളുടെ പൂരം. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാഗാന്ധി ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ AITUC. മഹാത്മാ അയ്യങ്കാളി തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഫെസ്റ്റ് അലവൻസും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ഫെഡറേഷൻ. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണമെന്നും പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി അനിമോൻ ആവശ്യപ്പെട്ടു.
ഓരോ സംസ്ഥാനത്തെയും കാർഷിക വൃത്തിക്ക് സമാനമായ തുക വേതനമായി നൽകണമെന്നാണ് നിയമമെങ്കിലും പാലിക്കപ്പെടുന്നില്ല. ദേശീയ ശരാശരിയേക്കാൾ ജോലി ദിവസം കേരളത്തിൽ കൂടുതലാണെങ്കിലും 100 ദിവസ തൊഴിലോ വേതനമോ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് അംഗീകരിക്കാനാകില്ല. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനം കേന്ദ്ര സർക്കാർ പിൻവലിക്കണം. വേതനവും തൊഴിൽ ദിനവും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതാണ്. തൊഴിലുറപ്പ് അയ്യങ്കാളി തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും മെയ് 6-7 തീയതികളിൽ പാലക്കാട് നടക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും. സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്നും കെ അനിമോൻ പറഞ്ഞു. കഴിഞ്ഞ സാമ്പത്തിക വർഷം കേരളത്തിൽ 8.9 കോടി തൊഴിൽ ദിനങ്ങൾ നടന്നു. 8.9 കോടി നടന്നു. എന്നിട്ടാണ് ഇത്തവണ 5 കോടി അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറച്ച് ഇതിനകത്ത് വേതനം സമയബന്ധിതമായി കൊടുക്കാതെ തൊഴിൽ ദിനങ്ങൾ കൊടുക്കാതെ ഈ പദ്ധതിയെ ദുർബലപ്പെടുത്തുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് കേന്ദ്ര ഗവൺമെന്റ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ അതിനെതിരെയുള്ള വലിയ സമരങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഈ തൊഴിലാളികൾക്ക് ഏറ്റവും കുറഞ്ഞ വേതനം ലഭിക്കുന്ന തൊഴിലാളികളാണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ. ഓരോ സംസ്ഥാനത്തെയും കാർഷിക മേഖലയിലെ മിനിമം കൂലി കൊടുക്കണം എന്നാണ് ഈ നിയമം പറഞ്ഞിരിക്കുന്നത്. NRG ആക്ട് 2005 പറഞ്ഞിരിക്കുന്നത് അതാത് സംസ്ഥാനങ്ങളിലെ കാർഷിക മേഖലയിലെ മിനിമം കൂലി കൊടുക്കണം. AITUC ജില്ലാ സെക്രട്ടറി NG മുരളീധരൻ നായർ, ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി ദാസൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. അൻപോടെ തൃത്താലയുടെ ഭാഗമായി മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിന് എത്തുക 3000-ഓളം പേർ. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര ആരോഗ്യ പദ്ധതിയാണ് അൻപോടെ തൃത്താല. കൂറ്റനാട് ചേർന്ന യോഗത്തിൽ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. മെയ് 11-ന് വട്ടനാട് GVHSലാണ് ക്യാമ്പ്. മെയ് 11-ന് വട്ടനാട് GVHSൽ സംഘടിപ്പിക്കുന്ന മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പിൽ പങ്കെടുക്കാൻ 3000-ഓളം പേരാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രജിസ്ട്രേഷൻ അവസാനിച്ചു. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ കൂറ്റനാട് ചേർന്ന യോഗത്തിൽ ക്യാമ്പിന്റെ ഒരുക്കങ്ങൾ വിലയിരുത്തി. ക്യാമ്പിന്റെ ഭാഗമായി മാലിന്യ സംസ്കരണത്തിനും പരിസര ശുചീകരണത്തിനും ശാസ്ത്രീയ സംവിധാനങ്ങൾ ഒരുക്കാൻ യോഗം തീരുമാനിച്ചു. 11-ന് രാവിലെ ക്യാമ്പ് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്യും. ഹൃദ്രോഗ വിദഗ്ധൻ ഡോക്ടർ ജോസ് ചാക്കോ മുഖ്യാതിഥിയാകും. രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്ന ക്യാമ്പിൽ 28ഓളം വിഭാഗങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാകും. സർക്കാർ ആശുപത്രികളും കേരളത്തിലെ മികച്ച സ്വകാര്യ ആശുപത്രികളും ഹോമിയോ, അലോപ്പതി, ആയുർവേദ വിഭാഗങ്ങളും ക്യാമ്പിന്റെ ഭാഗമാകും. തൃത്താലയുടെ ചരിത്രത്തിൽ ആദ്യമായാണ് മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 28 വിഭാഗങ്ങളുടെ സേവനം ലഭ്യമാക്കുന്ന ജില്ലയിലെ ആദ്യ മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് കൂടിയാണിത്. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഗുജറാത്തിലെ വഡ്നഗറിൽ നടന്ന കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പ്രേരണ എന്ന എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പ്രോഗ്രാമിൽ പങ്കെടുത്ത് തിരിച്ചെത്തിയ വാണിയംകുളം TRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനി വേദ വാസുദേവനും അധ്യാപിക TR രാഖിലയ്ക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. കേന്ദ്ര സർക്കാർ ജില്ലാ സംസ്ഥാന തലത്തിൽ നടത്തിയ പരീക്ഷയിലൂടെയാണ് ഈ പ്രോഗ്രാമിലേക്കുള്ളവരെ തിരഞ്ഞെടുത്തത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക താൽപ്പര്യപ്രകാരമായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് പദ്ധതി നടപ്പാക്കുന്നത്. ദേശീയ വിദ്യാഭ്യാസ നയം 2020, വികസിത ഭാരതം 2047 കാഴ്ചപ്പാടുകൾ, മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം എന്നീ തലങ്ങളിൽ ഊന്നൽ നൽകിയുള്ള എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് പരിപാടികളാണ് പ്രേരണയുടെ ഭാഗമായി നടന്നത്. കേന്ദ്ര സർക്കാർ ജില്ലാ സംസ്ഥാന തലത്തിൽ നടത്തിയ പരീക്ഷയിലൂടെയാണ് ഈ പ്രോഗ്രാമിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നടന്നത്. പ്രേരണ പരിപാടിയിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു വന്ന വേദ വാസുദേവനും രാഖില ടീച്ചർക്കും ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി. ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രിയുടെ നേരിട്ടുള്ള താൽപര്യത്തിൽ നടത്തുന്ന പ്രോഗ്രാമാണ് പ്രേരണ പ്രോഗ്രാം. ദേശീയ ഉത്പാദനം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രോഗ്രാം നടത്തുന്നത്. ഇന്ത്യയിലെ 10 സ്റ്റേറ്റിൽ നിന്നുള്ള 10 ടീച്ചേഴ്സും 20 വിദ്യാർത്ഥികളുമാണ് ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുത്തിട്ടുള്ളത്. പല സംസ്ഥാനത്തെ അധ്യാപകരായി പരിചയപ്പെടാനും അവരുടെ സംസ്കാരവും പിന്നെ ഭക്ഷണവും എല്ലാം പരിചയപ്പെടാനുള്ള ഒരു എക്സ്പോഷറായിട്ടാണ് ഇത് ഞാൻ കണക്കാക്കുന്നത്. പിന്നെ എന്താണ് നമ്മുടെ ഭാരത സംസ്കാരം എന്ന് മനസ്സിലാക്കി തരാൻ ഈ ഒരു പദ്ധതി കൊണ്ട് സാധിച്ചു. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം സ്കൂളിൽ നമ്മൾ ഈ ഒരു എക്സാം എഴുതുമ്പോൾ ഇതെന്താണെന്ന് കാര്യമായിട്ട് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു പരിപാടിയിൽ അറ്റൻഡ് ചെയ്തതിനു ശേഷം ഒരുപാട് വ്യത്യാസങ്ങൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും അതുപോലെ ഫോളോ ചെയ്യുന്ന വാല്യൂസിലാണെങ്കിലും ഒരുപാട് വന്നിട്ടുണ്ട്. സ്കൂളിൽ നിന്ന് എക്സാം എഴുതിയപ്പോൾ തൊട്ട് ഒരുപാട് സന്തോഷം തോന്നി. കാരണം ഈ ഒരു പരിപാടിയിൽ പോകാൻ സാധിച്ചതും അവിടെ പോയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് പഠിച്ചതും അവിടെ ചെയ്ത ആക്ടിവിറ്റീസും അതുപോലെ ഇന്ത്യയിൽ തന്നെ ഭാരതത്തിൽ തന്നെ ഒരുപാട് ഭാഗങ്ങളിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും. TRK ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപകൻ P ജഗദീഷിന്റെ നേതൃത്വത്തിൽ അധ്യാപകരായ വിദ്യാകേശവൻ, ഋതുവത്സൻ, P ഗണേഷ്, ഗിരീഷ് ഗോപിനാഥ്, P ഉല്ലാസ്, P
പി സുജിത്ത് എന്നിവർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പ്രേരണ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നിന്ന് 2 വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് സെലക്ഷൻ കിട്ടിയിരിക്കുന്നത്. അതിലൊന്ന് വേദ വാസുദേവ് GRK ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. GRK ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അക്കാദമിക മികവിൻ്റെ ഉദാഹരണമാണത്. അതിൽ GRK ഹയർ സെക്കൻഡറി സ്കൂളിൽ എല്ലാ അധ്യാപകരും അഭിമാനിക്കുന്നു. ന്യൂസ് സെന്റർ ഷൊർണൂർ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പറളി റെയിൽവേ സ്റ്റേഷനിലേക്ക് സ്ട്രക്ചർ സംഭാവനയായി നൽകി. പറളി റെയിൽവേ സ്റ്റേഷൻ സൂപ്രണ്ട് വേണുഗോപാൽ സ്ട്രക്ചർ ഏറ്റുവാങ്ങി. നമ്മുടെ പൗരസമിതി പറളി അതിന് ഈ കാര്യത്തിന് മുന്നിൽ നടന്ന് ഒരു സ്ട്രക്ചർ സ്റ്റേഷന് വേണ്ടി സ്വന്തം നാടിൻ്റെ അഭിമാനമൊക്കെയായ ഈ പറളി സ്റ്റേഷന് വേണ്ടി അദ്ദേഹവും സുഭിക്ഷയുടെ നമ്മുടെ പറളിയിലുള്ള സുഭിക്ഷ സൂപ്പർ മാർക്കറ്റിൻ്റെ ഉടമസ്ഥനായ ശ്രീ അരവിന്ദ് ഇലിയാസ് കായും രണ്ടുപേരും പിന്നെ നമ്മുടെ എല്ലാ ലീഗിൻ്റെ ആളുകളും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഒരു കാര്യമാണ് നമ്മൾ അഭ്യർത്ഥിച്ച പ്രകാരം ഒരു സ്ട്രക്ചർ റെയിൽവേ സ്റ്റേഷനിലേക്ക് നൽകി. നല്ലൊരു സ്ട്രക്ചറാണ്. പക്ഷേ അത് അധികാർക്ക് ഉപയോഗിക്കാൻ ചാൻസ് വരരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് ഒരു മിനിമം വേണ്ട ഒരു സാധനമാണ്. ട്രാക്കിലും മറ്റും അപകട സംഭവങ്ങളുണ്ടായാൽ ആംബുലൻസിലേക്ക് മാറ്റുന്നതിനായി സ്ട്രക്ചർ അത്യാവശ്യമാണെന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറളി, പൊന്നാക്കത്തൊടി അബ്ദുറഹ്മാൻ, സുഭിഷ സൂപ്പർമാർക്കറ്റ് അരവി എന്നിവരുടെ സഹകരണത്തോടെ മെഡിക്കൽ വകുപ്പിന്റെ നിർദ്ദേശാനുസരണമുള്ള സ്ട്രക്ചർ റെയിൽവേ സ്റ്റേഷനിലേക്ക് സമർപ്പിച്ചത്. മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ പൊതു നന്മയോടെയുള്ള പ്രവർത്തനം ഏറ്റവും ശ്ലാഘനീയവും മാതൃകാപരവുമാണെന്ന് റെയിൽവേ സൂപ്രണ്ട് വേണുഗോപാൽ പറഞ്ഞു. സമർപ്പണ ചടങ്ങിൽ മുസ്ലിം ലീഗ് പറളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് VA ഇലിയാസ്, സെക്രട്ടറി ഷാഫി അറക്കൽ, മുഹമ്മദ് റാഫി, ഷംസുദ്ദീൻ, അജ്മൽ ഖാദർ, സീതി കോയ, ഏനു, ബഷീർ, നാസർ, KM ഷംസുദ്ദീൻ, അൽഫാൻ, അൽതാഫ്, അഫ്സൽ, സഹൽ, ഷഹീൻ, നിഹാൽ, KC റാഫി, ഷബീർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. പട്ടാമ്പിയിൽ സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ ക്യാമ്പും സംഘടിപ്പിക്കും. മെയ് 8, 9, 10 തീയതികളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പി റൂസിയ ഫെർട്ടിലിറ്റി സെന്ററും കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയും പട്ടാമ്പി മുനിസിപ്പാലിറ്റിയുടെയും സഹകരണത്തോടെ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി പട്ടാമ്പി യൂണിറ്റും സംയുക്തമായാണ് സൗജന്യ സ്ഥാനാർബുദ നിർണയ ക്യാമ്പും സ്ത്രീരോഗ വന്ധ്യതാ നിർണയ ക്യാമ്പും സംഘടിപ്പിക്കുന്നത്. പട്ടാമ്പി റൂസിയ ഫെർട്ടിലിറ്റി സെന്ററിൽ മെയ് 8, 9, 10 തീയതികളിൽ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 2 വരെയാണ് ക്യാമ്പ്. 8, 9, 10 മെഡിക്കൽ ക്യാമ്പിൻ്റെ ഒരു ഔദ്യോഗിക അനൗൺസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റൂസിയ കെയർ പട്ടാമ്പിയും വ്യാപാരി വ്യവസായി പട്ടാമ്പിയും അതുപോലെ മുനിസിപ്പാലിറ്റിയും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ മമ്മോഗ്രാഫി ക്യാൻസർ ട്രീറ്റ്മെൻറ്റും പഞ്ചചികിത്സ IVFൻ്റെ ട്രീറ്റ്മെൻറ്റും സംയുക്തമായിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. മെമ്മോഗ്രാഫി പരിശോധന, ഇൻഫെർട്ടിലിറ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടറുടെ പരിശോധന, കൗൺസിലിംഗ് തുടങ്ങിയവയാണ് ക്യാമ്പിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ. ഓരോ ദിവസവും 20 പേർക്ക് മമ്മോഗ്രാം ടെസ്റ്റ് സൗജന്യമായി ചെയ്തു കൊടുക്കുമെന്നും ക്യാമ്പ് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ സംഘാടകരായ കരീം, അബുലൈസ്, കാർത്തിക് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. അവധിക്കാല നീന്തൽ പരിശീലനവുമായി കടമ്പൂർ BVALP സ്കൂൾ. കടമ്പൂർ യുവരശ്മി ക്ലബിന്റെ സഹകരണത്തോടെ PTA ആഭിമുഖ്യത്തിലാണ് നീന്തൽ പരിശീലനം നൽകുന്നത്. മെയ് 5 മുതൽ 14 വരെയാണ് നീന്തൽ പരിശീലനം. ചാക്കോട്ടുകുളത്താണ് നീന്തൽ പരിശീലനം നടക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് P. വിജയലക്ഷ്മി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ പ്രീത മോഹൻദാസ് മുഖ്യാതിഥിയായിരുന്നു. സ്കൂൾ HM VM ലീന സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വാർഡ് മെമ്പർ A. വിജിത അധ്യക്ഷത വഹിച്ചു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് AN മോഹൻ, PTA പ്രസിഡന്റ് രാജേഷ്, MPTA പ്രസിഡന്റ് പ്രിയ, യുവരശ്മി ക്ലബ്ബ് സെക്രട്ടറി ഹരിദാസൻ എന്നിവർ സംസാരിച്ചു. സ്കൂൾ അധ്യാപിക AU ലത നന്ദി പറഞ്ഞു. റിട്ടയർഡ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് AN മോഹനനാണ് കുട്ടികൾക്ക് പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഷൊർണൂർ ഗണേശഗിരി വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ആനന്ദം വിവേകാനന്ദം എന്ന പേരിൽ അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രവികുമാർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള കൂടുതൽ കൂട്ടായ്മകൾ ഉണ്ടാകട്ടെ. നിങ്ങളെല്ലാം ഈ സ്ഥാപനത്തിന് കീഴിൽ വ്യക്തിത്വ വികസനത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ചുകൊണ്ട് നല്ല പൗരന്മാരായി ഈ നാട്ടിന് തണലായി മാറാൻ നിങ്ങൾക്ക് ഈ സ്ഥാപനവും
ഇതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും മറ്റ് സാഹചര്യങ്ങളും കൊണ്ട് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ചിത്രരചന, ലഹരി വിരുദ്ധ ക്ലാസ്, നാടകക്കളരി, സ്പോർട്സ്, ഉല്ലാസയാത്ര തുടങ്ങിയ പ്രവർത്തനങ്ങളാണ് ക്യാമ്പിന്റെ ഭാഗമായി നടക്കുക. പ്രസിഡന്റ് സിജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. സംഘാടക സമിതി അംഗം സുവർണ സ്വാഗതം പറഞ്ഞു. വാർഡ് കൗൺസിലർ ഇ.പി. നന്ദകുമാർ, രക്ഷാധികാരി രഘുറാം എന്നിവർ സംസാരിച്ചു. തുടർന്ന് പ്രസിഡന്റ് സിജു മാസ്റ്റർ ഷൊർണൂർ പോലീസ് സ്റ്റേഷൻ സർക്കിൾ ഇൻസ്പെക്ടർ രവികുമാറിനെ ഉപഹാരം നൽകി ആദരിച്ചു. ട്രഷറർ ബാബു ജയൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ ഷൊർണൂർ. മുള്ളൂർക്കര ഇരുനിലംകോട് സൈമ ക്ലബിന്റെ നേതൃത്വത്തിൽ നടന്നു വന്ന 13ാമത് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സമാപിച്ചു. ഫൈനൽ മത്സരത്തിൽ CPA ചെറുതുരുത്തിയെ എതിരില്ലാതെ 5 ഗോളുകൾക്ക് വടക്കാഞ്ചേരി പുലരി ക്ലബ്ബ് പരാജയപ്പെടുത്തി. വാശിയേറിയ മത്സരം കാണാൻ ആയിരക്കണക്കിന് ആളുകൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് ഗ്രൗണ്ടിലെത്തി. സമാപന ചടങ്ങ് കെ രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സഹോദരി സഹോദരന്മാരെ, കായിക പ്രേമികളെ, കായികതാരങ്ങളെ, സൈമ സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ 13ാമത് സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ മത്സരം ഏതാനും ദിവസങ്ങളായിട്ട് നടന്നു വരികയാണ്. അതിൻ്റെ സമാപനമാണ് ഇന്ന് കുറിക്കപ്പെടുന്നത്. ആദ്യമായി തന്നെ ഈ പ്രദേശത്തെ ഫുട്ബോൾ ലഹരിയിലേക്കും കായിക രംഗത്തേക്കും കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സൈമ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ഭാരവാഹികളെയും അതിൻ്റെ പ്രവർത്തകരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. 1ാം സ്ഥാനം നേടിയ വടക്കാഞ്ചേരി വിരുപ്പാക്ക പുലരി ക്ലബ്ബ് 25,000 രൂപയും ട്രോഫിയും കരസ്ഥമാക്കി. 2ാം സ്ഥാനം കരസ്ഥമാക്കിയ ചെറുതുരുത്തി CFA ക്ലബ്ബിന് 15,000 രൂപയും ട്രോഫിയും നൽകി. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MH അബ്ദുൽസലാം, ഗ്രാമപഞ്ചായത്ത് അംഗം ഉണ്ണികൃഷ്ണൻ, സൈമ ക്ലബ്ബ് പ്രസിഡന്റ് സോമസുന്ദരൻ, സെക്രട്ടറി മിഥുൻ, മറ്റ് ഭാരവാഹികൾ എന്നിവർ സന്നിഹിതരായിരുന്നു. ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി. ലഹരിയാകാം കളിയിടങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി DYFI മാങ്കുറിശി മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റ് സമാപിച്ചു. കല്ലൂരിൽ നടന്ന ടൂർണമെന്റിൽ KSSKB ടീം കല്ലൂർ ജേതാക്കളായി. സ്പാർക്കിംഗ് ബോയ്സ് കല്ലൂർ 2ാം സ്ഥാനം നേടി. സ്വർണ്ണ മെഡൽ ജേതാവും ദേശീയ വാട്ടർ പോളോ താരവുമായ NS അമിത സമ്മാന വിതരണം നിർവഹിച്ചു. രാവിലെ നടന്ന ടൂർണമെന്റ് DYFI പാലക്കാട് ബ്ലോക്ക് സെക്രട്ടറി മുഹമ്മദ് നാസിം ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CR ജയരാജ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് വിനോദ്, മേഖലാ സെക്രട്ടറി VS മുഹമ്മദ് ഷാഫി, ചെന്താമരാക്ഷൻ, നിതിൻ, പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. ലഹരി വിരുദ്ധ പ്രതിജ്ഞയും എടുത്തു. ന്യൂസ് ബ്യൂറോ പത്രിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഭീകരവാദത്തോടും വിഘടനവാദത്തോടും കോൺഗ്രസും UPA സർക്കാരും താലോലിച്ചതിന്റെ ഫലമാണ് പഹൽഗാമിലെ ഭീകരാക്രമണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി C. കൃഷ്ണകുമാർ. ഭീകരാക്രമണത്തിന്റെ അന്താരാഷ്ട്ര ആസ്ഥാന കേന്ദ്രമാണ് പാകിസ്ഥാനെന്നും പാകിസ്ഥാനെ തിരിച്ചടിക്കാൻ മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമെന്നും കൃഷ്ണകുമാർ. പാകിസ്ഥാൻ പൗരന്മാരെ പുറത്താക്കാൻ കേരള സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമുന്നയിച്ച് BJPയുടെ നേതൃത്വത്തിൽ പാലക്കാട്ടും ഷൊർണൂരിലും പ്രതിഷേധ ധർണ. തെരുവു നായ്ക്കളെ പിടിച്ച് വന്ധ്യംകരിക്കുന്നതിനുള്ള വ്യവസ്ഥകൾ കേന്ദ്രം ലഘൂകരിക്കണമെന്ന് മന്ത്രി MP രാജേഷ്. നിലവിലുള്ള ചട്ടങ്ങൾ വച്ച് തെരുവുനായ പ്രശ്നത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണെന്നും മന്ത്രി. വന്ധ്യംകരണം മാത്രമാണ് തെരുവുനായ ആക്രമണത്തിന് പരിഹാരമെന്നും സംസ്ഥാന സർക്കാരിന് പരിമിതികളുണ്ടെന്നും മന്ത്രി MP രാജേഷ്. ആവശ്യമായ തുക വകയിരുത്താതെയും തൊഴിലും വേതനവും നൽകാതെയും മഹാത്മാ ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയെ അസ്ഥിരപ്പെടുത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് NREG വർക്കേഴ്സ് ഫെഡറേഷൻ ജനറൽ സെക്രട്ടറി K. അനിമോൻ. ഗ്രാമീണ മേഖലയുടെ സാമ്പത്തിക സാമൂഹിക നീതി അട്ടിമറിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും ആക്ഷേപം. മഹാത്മാ അയ്യങ്കാളി തൊഴിലാളികൾക്ക് ഫെസ്റ്റ് അലവൻസും ക്ഷേമനിധിയും നടപ്പിലാക്കണമെന്നും ആവശ്യം. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന അൻകോടെ തൃത്താല മെഗാ മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പ് മെയ് 11 കൂറ്റനാട്ട്. ക്യാമ്പിനെത്തുന്നത് 3000-ഓളം പേർ. മന്ത്രി MP രാജേഷിന്റെ നേതൃത്വത്തിൽ അവലോകന യോഗം. പൂരപ്രേമികളെ ആനന്ദത്തിൽ ആറാടിച്ച് തൃശൂർ പൂരത്തിന്റെ വിളംബരം. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റി കൊമ്പൻ എറണാകുളം ശിവകുമാർ തെക്കേ നട തുറന്നതോടെ പൂര വിളംബരമായി. വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം നാളെ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.